സംഘപരിവാർ നടപ്പിലാക്കുന്ന ജാതി വിവേചനത്തിലധിഷ്ഠിതമായ ഉന്മൂലന രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ ബാബാസാഹേബ് അംബേദ്കർ വിഭാവനം ചെയ്ത ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു. ഡോക്ടർ ബി.ആർ. അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് വെൽഫെയർ പാർട്ടി കോട്ടയത്ത് സംഘടിപ്പിച്ച ചർച്ചാസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ സാമൂഹിക ഘടനയിൽ ജാതീയമായ തട്ടുതിരിവുകൾ സൃഷ്ടിച്ചും ന്യൂനപക്ഷങ്ങളെ ഭീകരവൽക്കരിച്ചും അസമത്വം നിലനിർത്താനാണ് ഹിന്ദുത്വ ഭരണകൂടം ശ്രമിക്കുന്നത്. ചാതുർവർണ്ണ്യ വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കാനുള്ള RSS അജണ്ടയ്ക്കെതിരെ സാമൂഹ്യനീതിയും സാഹോദര്യവുമാണ് ഭരണഘടനയുടെ മറുപടി. സ്വാതന്ത്ര്യം, നീതി, സാഹോദര്യം എന്നീ ആശയങ്ങൾ ജാതി വിവേചനത്തിനെതിരെയുള്ള കരുത്തുറ്റ നിലപാടുകളാണ്. എന്നാൽ വിദ്യാഭ്യാസ, തൊഴിൽ മേഖലകളിൽ ജാതി വ്യവസ്ഥയെ പൂർവാധികം ശക്തിയോടെ നടപ്പിലാക്കി ഭരണഘടനാപരമായ സാമൂഹിക ക്രമത്തെ അട്ടിമറിക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കേരളം ജാതിരഹിതമാണെന്ന അവകാശവാദങ്ങളെ തിരുത്തുന്നതാണ് സംസ്ഥാനത്ത് തുടർച്ചയായി സംഭവിക്കുന്ന ജാതിക്കൊലകളെന്ന് പാലേരി ചൂണ്ടിക്കാട്ടി. കണ്ണൂർ ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ വിയോഗവും ആദിവാസി യുവാവായ മധുവിന്റെയും വാളയാറിലെ പെൺകുട്ടികളുടെയും കൊലപാതകങ്ങളും കേരളത്തിലെ ശക്തമായ ജാതിവെറിയുടെ നേർചിത്രങ്ങളാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് KKM സാദിഖ് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ അധ്യക്ഷത വഹിച്ചു. ഓൾ കേരള ചേരമർ ഹിന്ദു മഹാസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി AK സജീവ്, പാഠഭേദം മാസിക എഡിറ്ററും സാമൂഹ്യപ്രവർത്തകയുമായ മൃദുല ദേവി, സോഷ്യൽ ആക്ടിവിസ്റ്റ് ജെയ്സ് പാണ്ടനാട് എന്നിവർ ആശംസയർപ്പിച്ചു സംസാരിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി അർച്ചന പ്രജിത്ത് നന്ദി പറഞ്ഞു. നമ്മൾ ഓർമ്മപ്പെടുത്തിയ ഏറ്റവും വലിയ ആശയം വിമോചനത്തിന്റെ വഴി ജാതി നിർമൂലനം തന്നെയാണ്. ജാതീയമായ പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജാതിക്കൊലയറശാലകളായി മാറുന്ന ക്യാമ്പസുകളെയും സാഹോദര്യത്തിന്റെ പുതുവസന്തത്തിലേക്ക് നയിക്കാൻ നമുക്ക് കഴിയുമോ എന്നാണ് ഈ ദിനത്തിലും വലിയ ഒരു ചോദ്യമായി നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്ന കാര്യം. ഇസ്ലാമോഫോബിയയുടെയും മുസ്ലിം വംശീയതയെ മുസ്ലിം വംശീയാക്ഷേപത്തിന്റെയും ഇരയാണ് ഇത് രാജ്യത്ത് സംഭവിക്കുകയാണ്. നജീബ് അഹമ്മദ് ഓർമ്മയായി ചോദ്യമായി നമ്മുടെ മുമ്പിലുണ്ട്. അഥവാ രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ജാതീയ മേൽക്കോയ്മയിൽ നിന്ന് പുറത്തു കടന്നിട്ടില്ല എന്നാണ് നമുക്ക് ബോധ്യമാകുന്നത്. ബാബാസാഹേബ് അംബേദ്കർ ആശയങ്ങളിലൂടെ, സമരങ്ങളിലൂടെ, നിരന്തരമായ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിലൂടെ ഈ നാടിന് പകർന്നു തന്ന സമഭാവനയുടെ മൂല്യങ്ങളെ, സാഹോദര്യത്തിന്റെ മൂല്യങ്ങളെ ഏറ്റെടുക്കാനും നടപ്പിലാക്കാനും ഈ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന മൗലികമായ ചോദ്യമാണ് നമ്മൾ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ വരെ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. സാമൂഹ്യ നവോത്ഥാനത്തിന്റെ മുന്നണി പോരാളികളായ ധീരാത്മാക്കളായ വ്യക്തിത്വങ്ങൾ, നവോത്ഥാന നായകന്മാർ മുന്നോട്ട് വെച്ച ദർശനങ്ങളെ, കാഴ്ചപ്പാടുകളെ ഏറ്റെടുക്കേണ്ടതാണ്. ചിലരൊക്കെ പറയും ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയൊക്കെ കൂടിയായിട്ടാണ് ഈ വിമോചനം ഉണ്ടാക്കിയത്. അവിടങ്ങളിൽ നിന്ന് തന്നെയാണ്, കണ്ണൂരിൽ നിന്ന് തന്നെയാണ് ഈ വിവേചനത്തിന്റെ അറുകുമ്പരശാലകളായി ഈ ക്യാമ്പസുകൾ മാറിയതിന്റെ ഒടുവിലത്തെ വർത്തമാനങ്ങൾ നമ്മൾ കേൾക്കുന്നത്. മൂല്യങ്ങൾ ഒരാകാരമായി സംവദിക്കുന്നതിന് പകരം നമ്മുടെ ജീവിതങ്ങളിലേക്കും രാഷ്ട്രത്തിന്റെ ഭരണ സംവിധാനങ്ങളിലേക്കും കടന്നു വരുന്ന ഒരു ഘട്ടത്തിന് വേണ്ടിയുള്ള നിരന്തരമായ പോരാട്ടങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കേണ്ടത്. സാമൂഹിക വിപ്ലവവും വിമോചനവും സാധ്യമാകണമെങ്കിൽ ജാതി മേൽക്കോയ്മകൾ അവസാനിപ്പിക്കാൻ കഴിയും വിധം ഒരു സാമൂഹ്യ ഘടനയെ രൂപപ്പെടുത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. രാജ്യം എവിടെയാണുള്ളത്? സാമ്പത്തിക ജനാധിപത്യവും
സാമൂഹ്യ ജനാധിപത്യവും സാംസ്കാരിക ജനാധിപത്യവും പുലരുമ്പോൾ മാത്രമേ ഭരണകൂടം ജനാധിപത്യവൽക്കരിക്കപ്പെടുകയുള്ളൂ എന്ന മൗലിക പ്രധാനമായ കാഴ്ചപ്പാടാണ് ഈ മഹാശില്പികൾ മുന്നോട്ട് വെച്ചത്. സിറിയൻ ക്രൈസ്തവർക്ക് ശക്തമായ മുന്നേറ്റം ഉള്ള സ്ഥലങ്ങളിൽ സിറിയൻ ക്രിസ്ത്യാനിയിലെ ജാക്കോബൈറ്റ്സിനെയും ഓർത്തഡോക്സിനെയും നിലനിർത്തിക്കൊണ്ട്, നാടാർ സമൂഹങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള സ്ഥലങ്ങളിൽ നാടാർ സമൂഹങ്ങളെ നിലനിർത്തിക്കൊണ്ട്, നായർ മേധാവിത്വം കൂടുതലുള്ള സ്ഥലങ്ങളിൽ നായരെ നിലനിർത്തിക്കൊണ്ട് ജാതി തിരിച്ച് കണക്കുകൾ എടുത്തിട്ടാണ് കേരളത്തിൽ ജാതി ഉണ്ടോ എന്ന് ഞെട്ടുന്നത്. സമ്പത്തിന്റെ ജനാധിപത്യവൽക്കരണവും നമുക്ക് അനുഭവേദ്യമാകാത്തതിന്റെ കാരണം അടിസ്ഥാനപരമായി ജാതിയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇക്വാളിറ്റിയും ഫ്രട്ടേണിറ്റിയും ലിബർട്ടിയും ഒക്കെ സാർത്ഥകമാക്കണം. ജാതി നിർമൂലനത്തിലൂടെ മാത്രമേ കഴിയുള്ളൂ. സാഹോദര്യം അത് മേൽത്തട്ടിൽ മാത്രമല്ല, താഴെ തട്ടിലും എല്ലാ ഇടങ്ങളിലും ഫ്രട്ടേണിറ്റി, സമുദായങ്ങൾ തമ്മിൽ, സാമൂഹിക വിഭാഗങ്ങൾ തമ്മിൽ, വ്യക്തികൾ തമ്മിൽ പരസ്പരം ബഹുമാനിക്കുകയും അവിടെ അന്തസ്സിനെ വിലമതിക്കുകയും വ്യക്തി സ്വാതന്ത്ര്യത്തെ ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലേക്ക് സാഹോദര്യം മതേതരത്വവുമായി ബന്ധമുണ്ട്. കാരണം വൈവിധ്യങ്ങളുടെ ബഹുസ്വരതയുടെ ഒരു ആഘോഷമാണ്. അങ്ങനെയുള്ള പ്ലൂറലിസം, ബഹുവിധമായ സമ്മിശ്ര സംസ്കാരങ്ങളും ജാതി ഉപജാതി ബന്ധങ്ങളുമൊക്കെ നിലനിൽക്കുന്ന സമൂഹത്തിൽ അവൻ്റെ സഹോദരനാണ്, സഹോദരിയാണ്. ആ ഒരു ഫ്രട്ടേണിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇക്വാളിറ്റിയും സ്വാതന്ത്ര്യവും നിലനിൽക്കുകയുള്ളൂ. ഗാന്ധി വിമർശനായ സന്ദീപ് വാര്യർക്ക് സീറ്റ് കൊടുക്കുക, കടുത്ത കോൺഗ്രസ് വിമർശകരായിരുന്ന ജി സുധാകരനും കുഞ്ഞികൃഷ്ണനും ഗോവിന്ദൻ മാഷിനും ആയിഷ പൊറ്റിക്കുമൊക്കെ സീറ്റ് കൊടുക്കുക. പക്ഷേ സണ്ണിച്ചായൻ്റെ വിഷയം വരുമ്പോൾ മാത്രം അവിടെ പ്രിവിലേജ് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എത്രത്തോളമാണ് ഈ കാര്യങ്ങൾ ആളുകൾ ഭയപ്പെടുന്നത് എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം 7 പതിറ്റാണ്ടുകൾക്ക് നേടിയെടുത്ത മതേതര സ്വാതന്ത്ര്യവും ജനാധിപത്യ അവകാശങ്ങളും നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും നഷ്ടപ്പെടുന്നില്ലേ എന്ന് ചോദിച്ചാൽ നഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ആളുകളെന്നാണ്. കേരളത്തിലും വ്യത്യസ്തമല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും വലിയൊരു തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് പോകേണ്ട, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സമുദായങ്ങളാണ് കേരളത്തിലെ മുസ്ലിങ്ങളും കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളും ദലിതരും ആദിവാസികളും. മുസ്ലിം സാമാന്യ വിഭാഗങ്ങളിലെ 80% അത് വിശ്വസിക്കുന്നില്ല. ദലിത് ആദിവാസി വിഭാഗങ്ങളിലെ 80% ഇതിന് ചിന്ത പോലും അവരുടെ മനസ്സിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു.